എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നഗരസഭയുടെ ചെയർമാൻ ആവുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. 1980 സാഹിബ് നഗരസഭയുടെ ചെയർമാൻ ആവുന്നത്. ഞാൻ ഈ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ നിന്ന് ഓരോരോ വ്യക്തികളിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. അത് നല്ലത് ഉൾക്കൊള്ളും, ചീത്ത നമുക്ക് തള്ളിക്കളയാം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ ഈ കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന കാലം മുതൽ ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്ന ഒരാളാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, വിമർശിക്കുമ്പോൾ, ആളുകളെ വിമർശിക്കുമ്പോൾ അദ്ദേഹം സൂക്ഷിക്കുന്ന ഒരു ബൗണ്ടറി ലൈനുണ്ട്. ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കടന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആരെയും വിമർശിക്കാറില്ല. ഈ വിമർശനത്തിലെ മിതത്വം അതെങ്ങനെയാണ് സാഹിബെ കൃത്യമായി പാലിച്ചു പോരുന്നത് ഇത്ര കാലമായിട്ടും? വിമർശനത്തിലെ മിതത്വം അത് ചെറുപ്പം മുതൽ വന്നു ചേർന്നതാണ്. ഞാൻ കരുതിക്കൂട്ടി അങ്ങനെ ഒരു അതിർവരമ്പ് ഇട്ടതല്ല. എന്ന് വെച്ചാൽ നമ്മൾ വാക്കുകൾക്ക് മൂർച്ച വേണം, പക്ഷേ മാധുര്യവും വേണം. അല്ലാതെ എതിരുള്ള ആളുടെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കരുത് എന്നുള്ള ഒരു തോന്നൽ അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതിൻ്റെ ഒരു പ്രകൃതമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 40 കൊല്ലമായി അങ്ങ് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു, ഇപ്പോൾ MLA ആയി, മന്ത്രിയായി, എല്ലാമായി. ഈ 4 പതിറ്റാണ്ട് കൊണ്ട്, അല്ലെങ്കിൽ 4 പതിറ്റാണ്ടിന് പിന്നിലേക്ക് റിവൈൻഡ് ചെയ്യുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അങ്ങയുടെ നോട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബന്ധങ്ങളിൽ, രാഷ്ട്രീയ ഇടപെടലുകളിൽ, സംവാദങ്ങളിലൊക്കെ വന്നിട്ടുള്ള മാറ്റം അങ്ങ് നിരീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള നിലയിൽ. എന്തൊക്കെയാണ് കാര്യമായി അങ്ങേക്ക് തോന്നിയിട്ടുള്ള മാറ്റങ്ങൾ? കാലം എല്ലാത്തിനും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഞാൻ കൈകാര്യം ചെയ്ത് വന്ന വിഷയം എന്ന് പറയുന്നത് എന്നും ഒന്ന് തന്നെയാണ്: പരിവർത്തനം. അതായത് ഡെവലപ്മെൻ്റ് എടുത്തു നോക്കുക. മുനിസിപ്പൽ ചെയർമാൻ ആയപ്പോൾ ഞാൻ കൈകാര്യം ചെയ്തത് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അതാ മുനിസിപ്പാലിറ്റിയുടെ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ജനപ്രതിനിധിയാവുന്നു. പിന്നെ 91 മിനിസ്റ്ററായി വരുമ്പോൾ അപ്പോഴും അതുതന്നെ പരിവർത്തനം. ഓരോ ഘട്ടങ്ങളിലും ഓരോ ദശകങ്ങളോ വർഷങ്ങളോ ഒക്കെ മാറുമ്പോൾ ജനങ്ങൾ മാറുന്നു, തലമുറ മാറുന്നു, അവരുടെ ജീവിത രീതികൾ മാറുന്നു, ടെക്നോളജി അതിനെ സഹായിച്ചുകൊണ്ട് ആ പരിവർത്തനം കൂടുതൽ കൂടുതൽ സ്പീഡ് കൂട്ടുന്നു, എളുപ്പമാക്കുന്നു. മാറ്റം കാണാൻ ബഹുരസമാണ്. മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പുതിയ തലമുറക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അപ്പം ഈ മാറ്റം ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരാൾക്ക് കാണാൻ കഴിയും. സ്റ്റൈലിൽ മാറ്റമുണ്ട്, രീതികളിൽ മാറ്റമുണ്ട്, ടേസ്റ്റിൽ മാറ്റമുണ്ട്. പിന്നെ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പറയണ്ടല്ലോ, ഇൻഫർമേഷൻ ടെക്നോളജി വന്നതിന് ശേഷമുള്ള റവല്യൂഷൻ. ഒരു നൂറ്റാണ്ടും കാണാത്ത പരിവർത്തനമാണ് ഈ നൂറ്റാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദശകവും കാണാത്ത പരിവർത്തനങ്ങളാണ് അടുത്ത ദശകം കാണുന്നത്. അപ്പോൾ ഈ സ്പീഡിലുള്ള മാറ്റം കണ്ടുകൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്, ഗമ്മ് പോലെ. അല്ല, 1991 അങ്ങ് ആദ്യമായിട്ട് വ്യവസായ വകുപ്പിൻ്റെ മന്ത്രിയായി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 പതിറ്റാണ്ടാവുന്നു. 1989 മറ്റൊരു സവിശേഷതയുണ്ട്. മലയാളത്തിൽ, കേരളത്തിലെ വ്യവസായത്തെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, വരവേൽപ്പ്. ഈ 30 കൊല്ലത്തിനിപ്പുറം നോക്കുമ്പോൾ കേരളം ഇപ്പോൾ ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണ കേരളത്തെക്കുറിച്ച് ഒരു വർത്താനമുണ്ട്, ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്നുള്ളത്. കേരളം എങ്ങനെയാണ് വ്യവസായത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ മാറിയിട്ടുള്ളത് എങ്ങനെയാണ്? അങ്ങ് എങ്ങനെയാണ് നിരീക്ഷിക്കുക? ഞാൻ ഇന്നലെ ഇത് നിയമസഭയിൽ പറഞ്ഞു. വ്യവസായ മന്ത്രി ലാവോസിലൊക്കെ പോയി വന്നിട്ട് കേരളത്തിലെ പരിവർത്തനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, വരവേൽപ്പിൻ്റെ
കാലത്ത് നിന്ന് ഇപ്പോൾ ഒരു പരിവർത്തനം ഉണ്ടായത് ശരിയാണ്. ആ പരിവർത്തനം യഥാർത്ഥത്തിൽ ഉണ്ടായത് നിങ്ങൾക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് അവരുടെ ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ ഐഡിയോളജിക്കൽ ചേഞ്ചാണ് ഇപ്പം ഉണ്ടായ പരിവർത്തനം. അത് ശുഭസൂചകമാണ്. ആ അന്നത്തെ ഞാൻ 91 മിനിസ്റ്ററായിരിക്കുന്ന സമയത്ത് അന്നൊരു വലിയ ഇൻഡസ്ട്രിയൽ ഷോ നടത്തിയപ്പോൾ അതിലൊക്കെ ഏറ്റവും അധികം ആളുകൾ തടസ്സമായി പറഞ്ഞിരുന്നത് ഒരു പെർസെപ്ഷനാണ്. അതാണ് ഈ പറഞ്ഞ വരവേൽപ്പിലെ ഇതിവൃത്തം. പക്ഷെ ആ സ്ഥിതി ഇപ്പോൾ മാറി വരുന്നുണ്ടെങ്കിൽ ഐഡിയോളജിക്കൽ ചെയ്ത് അന്നത്തെ പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് വന്നതാണ് എന്ന് ഞാൻ ഇന്നലെ 10 കൊല്ലം കൊണ്ടൊരു മാറ്റം ഉണ്ടായി. കേരളത്തിനല്ല നിങ്ങൾക്ക്, അത് കേരളത്തിന് ഇനി ഭാവിയിൽ മാറ്റം ഉണ്ടാക്കും എന്ന് ഞാൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞു. അല്ല, ഇപ്പോൾ കേരളം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത് കേരളം ഒരുപാട് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് മാറിയെന്നാണ്. അതിനവർ ഓരോരോ ഉദാഹരണങ്ങൾ എടുത്ത് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു. പിന്നെ കേരളത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് നീണ്ട 15 വർഷകാലം വ്യവസായ വകുപ്പ് മന്ത്രി ആയിരുന്ന എനിക്ക് പറയാൻ പറ്റുമോ? ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനേക്കാൾ മാറ്റം സംഭവിക്കുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് പ്രദേശങ്ങളിൽ ഒന്നാകുമായിരുന്നു നമ്മൾ ആറ്റിറ്റ്യൂഡ് അന്നേ മാറിയിരുന്നെങ്കിൽ. ആറ്റിറ്റ്യൂഡ് മാറാത്തത് കൊണ്ടാണ് ഈ പതുക്കെയുള്ള മാറ്റം. പക്ഷേ ഇപ്പോൾ അതിന് സ്പീഡ് കൂടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വേണമെന്ന് എല്ലാവരും അംഗീകരിച്ച് തുടങ്ങി. ഇപ്പം സൈബേനിയാൽ ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച ഒരു ചോദ്യമാണ്. ശരിക്കും നമ്മൾ വളരെ സൂക്ഷ്മമായി എടുത്തു നോക്കിയാൽ 20-ാം നൂറ്റാണ്ടിൽ ശരിക്കും മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, സ്പീക്കർ ഉണ്ടായിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിന് 25 വയസ്സ് പൂർത്തിയായി. മുസ്ലിം ലീഗിന് പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ അങ്ങനെയുള്ള ഒരു സ്ഥാനങ്ങളും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിൽ വളരുകയാണോ തളരുകയാണോ? അല്ല, അത് എല്ലാ നിരീക്ഷകന്മാരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്. വളരുകയാണ്, തഴച്ച് വളരുകയാണ്, ശക്തി പ്രാപിക്കുകയാണ്. ഞങ്ങളുടെ സംഘടനാ സെറ്റപ്പും കെട്ടുറപ്പും അതൊക്കെ ഞങ്ങളുടെ വോട്ട് ആർക്കെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ അത് ഒരു ബാങ്കിലിട്ട പണം പോലെ എന്നാണ് പറയല്. കാരണം ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ആഹ്വാനം മതി, ആ വോട്ട് കിട്ടിയിരിക്കും. ഞങ്ങളുടെ സംഘടനാ ശക്തി നിസ്തുലമാണ്, അങ്ങേയറ്റം ബലമുള്ളതാണ്, വളരുന്ന പാർട്ടിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി കയറ്റിയ ഒരായുധം മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ഏതാ പറഞ്ഞത്? മുഖ്യമന്ത്രി കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും രണ്ടായാലും അതിനു വേണ്ടി ഞങ്ങളിവിടെ നോമ്പും നോറ്റിയിരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സീറ്റ് ചർച്ചകളൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ചോദ്യമാണ്. ഒരു സൗഹൃദ ചർച്ച എന്നുള്ള രീതിയിൽ തന്നെ നടക്കുകയാണ്. UDF ആയിട്ടുള്ള സീറ്റ് ചർച്ചകളൊക്കെ എവിടെ എത്തി? നിലവിലെ അവസ്ഥ എന്താണ്? ഈ കാലം വരെ ഇല്ലാത്ത പുരോഗതിയുണ്ട്. അതായത് സാധാരണ UDFൻ്റെ ചർച്ചകൾ നീണ്ടു പോവാറാണ്. അത് സംബന്ധിച്ച് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. നല്ല നിലയിലാണ് പോകുന്നത്. ഒരു കാലമില്ലാത്ത വിധം വേഗം ഫിനിഷാകുന്ന തരത്തിൽ. ഒരു പക്ഷേ ഇടതുപക്ഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പൂർത്തിയാക്കും. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മാറ്റമാണ്. പക്ഷേ നമ്മൾ അപ്പോഴും പറയുമ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരത്തെ പറഞ്ഞു മുസ്ലിം ലീഗ് നല്ല കെട്ടുറപ്പുണ്ട്, മുസ്ലിം ലീഗ് വളരുന്നുണ്ടെന്നൊക്കെ. മലബാറിന് ഇപ്പുറത്തേക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ ഇപ്പോഴും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഒരു ആത്മവിമർശനം എന്നുള്ള രീതിയിൽ ആ ചോദ്യം എടുത്താൽ എങ്ങനെയായിരിക്കും സാഹിബ് അതിന് മറുപടി പറയാം? അല്ല, ഞങ്ങളുണ്ടാക്കിയല്ലോ. ഞാൻ 91-ലാണ് നിയമസഭാ പാർട്ടി ലീഡറായി വരുന്നത്. 91-ൽ ആ ഇലക്ഷനിൽ ഞങ്ങൾക്ക് കൊല്ലത്ത് MLA ഉണ്ടായി, മന്ത്രി ഉണ്ടായി. പിന്നീട് കൊച്ചിയിൽ നിന്ന് MLA ഉണ്ടായി, മന്ത്രി ഉണ്ടായി. പിന്നെ എവിടെ ഉണ്ടാവേണ്ടത്? തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് MLA ഉണ്ടായിട്ടുണ്ട്, ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാതാവും. പക്ഷേ ഞങ്ങളൊരു മലബാർ പാർട്ടിയല്ല, ഞങ്ങൾ കേരള പാർട്ടി തന്നെയാണ്, യാതൊരു സംശയമില്ലാതെ ഞങ്ങൾ ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. ഈ പുതിയ സീറ്റ് ചർച്ചകളിലേക്ക് വരുമ്പോൾ മധ്യകേരളത്തിന് ഇപ്പുറത്ത് സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും, അങ്ങനെ വെച്ചുമാറൽ രീതിയിലുള്ള ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതൊക്കെ ഉണ്ടാവാം. അതായത് ഇപ്പോൾ ചർച്ചകൾ അന്തിമമായി പ്രഖ്യാപിക്കുമ്പോഴേ അത് നമുക്ക് അറിയുള്ളൂ. കാരണം ഒരു
ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരു കൺസെൻസസ് എത്തേണ്ടതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞുവിടല്ലോ. ഫൈനലാവുമ്പോൾ ഒരു പക്ഷേ മാറ്റങ്ങൾ വന്നേക്കാം. എണ്ണത്തിലൊന്നും വലിയ വ്യത്യാസങ്ങൾ പിന്നെ കേരളത്തിൽ വരൂല. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ സീറ്റുകൾക്ക് അർഹതയുണ്ട്. പക്ഷേ പൊതു താല്പര്യം ഞങ്ങൾ കണക്കിലെടുത്തേ എപ്പോഴും പോകാറുണ്ട്. ഇപ്പം ഓരോരാൾക്കും ഓരോരോ മാതൃകകൾ ഉണ്ടാവുമല്ലോ മുന്നിൽ നിർത്താൻ. അങ്ങയെ സംബന്ധിച്ച് എനിക്ക് ഇദ്ദേഹത്തെ പോലെ ആവണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ആയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ നേതാവ് ആരാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്ര കാലത്തിനിടയിൽ അങ്ങയുടെ ഒരു? അല്ല, ഞാൻ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന നമ്മളിപ്പോൾ ഏറ്റവും അധികം ഒരു ലീഡറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളെ പറ്റി പറയാനല്ലേ നമുക്ക് തോന്നുക. വളരെ ചെറുപ്പത്തിലാണെങ്കിൽ സ്കൂൾ ഡേയ്സിലാണെങ്കിൽ പൂക്കോയ തങ്ങൾ, അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് പ്രവർത്തിച്ചില്ല ശിഹാബ് തങ്ങൾ. ഇതല്ലാതെ ഞാനിപ്പോൾ ആരെയും പറയാം. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒപ്പം നടക്കുകയും ഏറ്റവും കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കോപ്പി ചെയ്യുകയും ചെയ്ത ആളാരാണ് എന്ന് ഈ ചോദ്യം മാറ്റിയിരുന്നെങ്കിൽ അതിൻ്റെ മെറിറ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശിഹാബ് തങ്ങൾ തന്നെയാണ്. പിന്നെ അതിന് ശേഷമുള്ള തങ്ങൾ ഫാമിലി പൊതുവെ നമ്മളൊരു സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ലീഡേഴ്സാണ് അവർ. ഇപ്പോൾ പൊതുവെ ഉയരുന്ന ഒരു വിമർശനങ്ങളിൽ ഒന്ന്, പൊതുവെ മുസ്ലിം ലീഗിനകത്തുനിന്നല്ല പുറത്തുനിന്ന് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നും അതാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നാണ്. ആ വിമർശനത്തെ അങ്ങ് എങ്ങനെയാണ് ഈ ഒരു സദസ്സിൽ വെച്ച് നേരിടുന്നത്? അല്ല, അതെന്തിനാ ഒരു വിമർശനമാവേണ്ട കാര്യം? കാരണം അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അതായത് ഞങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യുന്നു, അതിനുശേഷം ചർച്ചയുടെ മുഴുവൻ മെറിറ്റ് നോക്കിയിട്ട് ഒരു ലീഡർ തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി ഇൻടാക്റ്റായി നിൽക്കുന്നത്. ഒരു ലീഡറുടെ കീഴിൽ അണിനിരക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ അംഗീകരിച്ച ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അധികാരം പ്രസിഡന്റിനാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ലല്ലോ, മഹാന്മാരായ പ്രസിഡന്റൊക്കെ പലരുമാരുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കുറിച്ച് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു കോൺട്രവേഴ്ഷ്യലാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് ഏറ്റവും കൂടുതൽ അധികാര കേന്ദ്രീകരണമുള്ള ഒരു പോസ്റ്റാണ് പ്രസിഡന്റ്. അമേരിക്കയെ പോലെ എത്ര ബുദ്ധിശാലികൾ ഒക്കെ ആയിട്ടുള്ള ഭരണഘടന എഴുതിയ ആളുകൾ ആ രീതി അവിടെ വെച്ചത് ഒരു മോശമായ സിസ്റ്റം അല്ലല്ലോ. ഞങ്ങളുടെ രീതി വളരെ നല്ല രീതിയാണ്. വേണ്ടത്ര ചർച്ച ചെയ്ത് ഞങ്ങളെ പ്രസിഡന്റിന് അതിനൊരു പരമാധികാരം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളെ കെട്ടുറപ്പിൻ്റെ ഏറ്റവും വലിയ ബലം. ഇന്ന് വരെ ഞങ്ങൾക്കൊരു ദോഷം ഉണ്ടാക്കിയിട്ടില്ല. വിമർശിക്കേണ്ട കാര്യമില്ല. ആരെയും വിമർശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാത്തതുകൊണ്ടാണത്. ഇപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംശയം പൊതുവെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നതാണ്, പൊതുവെ ഇങ്ങനെ നിരീക്ഷകരൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു സംശയവും ചോദ്യമൊക്കെയാണ്. അങ്ങ് പിണറായി വിജയനെ വിമർശിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കുന്നുണ്ടെന്ന്. അങ്ങും പിണറായി വിജയനും തമ്മിൽ എന്താണ് ഇത്ര ഗാഢമായൊരു ബന്ധത്തിൻ്റെ? പൊതുവേ ഞാനൊരു മിതത്വത്തിൻ്റെ ആളാന്ന് പറഞ്ഞല്ലോ. പിന്നെ പിണറായി വിജയൻ ഒരു സുഹൃത്താണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ കണ്ണൂരൊക്കെ പഠിച്ചിങ്ങനെ പോകുന്ന കാലം തൊട്ട് സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. മിതത്വം പൊതുവെ പാലിക്കുന്ന ഒരാൾ സുഹൃത്തുക്കളെ ആകുമ്പോൾ അല്പം കൂടുതൽ അതായിരിക്കും അങ്ങനെ തോന്നുന്നത്, അറിഞ്ഞൂടാ. ഇപ്പം എൻ്റെ മറ്റൊരു സംശയമാണ്, 1982 സാഹിബ് നിയമസഭയിലേക്ക് ആദ്യം എത്തുന്നത്. 86 കൂടിയാണ് ബദൽ രേഖ MV രാഘവൻ ഉയർത്തിക്കൊണ്ടുവരുന്നതും മുസ്ലിം ലീഗിൻ്റെ അടുപ്പിക്കണം എന്നുള്ള രീതിയിൽ ചർച്ചകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒരു 50, 60, 40 വർഷം പിന്നിടുമ്പോൾ അതേ ലീഗ് ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPIൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ്. അന്നത്തെ ചർച്ചകൾ ഓർമ്മയുണ്ടോ? അന്ന് ഈ ബദൽ രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എന്തെങ്കിലും പാർട്ടി CPIM മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയിരുന്നോ? അല്ല, അന്നതൊരു വലിയ സംവാദം തന്നെ ആയിരുന്നു. കാരണം അവരുടെ പാർട്ടിയിൽ ലീഗ് സഖ്യം വേണോ വേണ്ടേ എന്നുള്ളത് വലിയ ഒരു പാർട്ടി സമ്മേളന കാലത്ത് വലിയ ചർച്ചയായിരുന്നു. ഒരാളല്ല, ഒരു പറ്റം ആളുകൾ അതിൻ്റെ പിന്നിൽ അണിനിരുന്നത്. അങ്ങനെയാണ് ബദൽ രേഖ ഉണ്ടാവുകയും അതിന് പുറത്ത് ഒപ്പിയാന്മാർ എന്ന് പറഞ്ഞ് MV രാഘവനെയും കൂട്ടരെയൊക്കെ പുറത്താക്കുകയും ആ സംഭവവികാസങ്ങളൊക്കെ. അതുകൊണ്ടാണല്ലോ പിൽക്കാലത്ത് ഞങ്ങൾ MV രാഘവനെ
ഞങ്ങളുടെ ഒരു ഹീറോ ആയി എടുത്ത് ഞങ്ങളുടെ സീറ്റ് മാറിക്കൊടുത്ത് അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് MLA മന്ത്രി ആ നിലയിൽ അതൊക്കെ ഒരു വലിയ ചരിത്രമല്ലേ. വിശ്വസിച്ചവരെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ വലിയ ചരിത്രം കൂടിയാണ് ബദൽ രേഖയ്ക്ക് ശേഷം ഉണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ. അപ്പോൾ അത് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം അല്ല, ഞാൻ എൻ്റെ ചോദ്യം സ്പെസിഫിക് പോയിന്റിലായിരുന്നു. ഇപ്പോൾ CPIM-നകത്ത് കലഹങ്ങൾ ഉണ്ടായി, അതിൻ്റെ പേര് ലീഗുമായി ഏതെങ്കിലും രീതിയിൽ അന്ന് CPIM-ൻ്റെ ഏതെങ്കിലും നേതാക്കൾ ഈ ബദൽ രേഖയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിരുന്നോ? ഈ ചർച്ച എന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട്. ഫോർമലായിട്ട് നമ്മളിങ്ങനെ മേശയും കസേരയൊക്കെ ഇട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ചർച്ച നടത്തുക, അവിടുന്ന് ഇവിടുന്നൊക്കെ കാണുമ്പോൾ അനൗദ്യോഗികമായിട്ട് ഇൻഫോർമലായിട്ട് ചർച്ച നടത്തുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കാലത്ത് ആശയവിനിമയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ പിൽക്കാലങ്ങളിലും നടന്നിട്ടുണ്ട്. CPIM ആയിട്ട് കൂടിയിട്ടുണ്ടല്ലോ ഒരു സമയത്ത്. നമ്മൾ 67 കൂടിയില്ലേ. അതുകൊണ്ട് അന്നൊക്കെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലികളും പ്രതികൂലികളുമായി ആ പാർട്ടിക്കകത്തുണ്ടാവുമ്പോൾ സ്വാഭാവികമായി ചർച്ച നടന്നിട്ടുണ്ടാവും. ഇപ്പം അങ്ങ് 91 മുതൽ മന്ത്രിസഭയിലുണ്ട്. എനിക്ക് വ്യക്തിപരമായി കുറച്ച് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് അങ്ങയുടെ ഒരു അനുഭവവും ഓർമ്മയും ഒക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കരുണാകരനെ-കുറിച്ച് അങ്ങയുടെ ഓർമ്മ എന്താണ്? അല്ല, ഞാൻ ഒന്നിച്ച് വർക്ക് ചെയ്ത മുഖ്യമന്ത്രിമാർ 2-3 പേരാണുള്ളത്. പ്രതിപക്ഷ നേതാക്കന്മാരും കുറേ ഉണ്ട്. അതെ. അപ്പോൾ കരുണാകരനുണ്ട്, അതേപോലെ തന്നെ പിന്നെ ആൻ്റണി ഉണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകത ഉണ്ട്. ഉദാഹരണമായിട്ട് കരുണാകരൻ ഒരു ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്ററും ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയ വക്താവും. ആൻ്റണി എന്ന് പറഞ്ഞാൽ വേറൊരു നിലക്കാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ആ ഗവൺമെൻറ്റിനുണ്ടാവും. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡാണ്. സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ മാക്സിമം വർക്കഹോളിക്കാണ്. അത് അദ്ദേഹത്തെ കണ്ടു പഠിക്കണം. പിന്നെ ജനകീയ മുഖമാണ്, ജനങ്ങളിടയിൽ എപ്പോഴും. അദ്ദേഹം എപ്പോഴും എന്നോട് പറയാറുണ്ട്, എന്തെങ്കിലും സ്വകാര്യമായി പറയാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കിട്ടൂല, ആൾക്കൂട്ടത്തിലായിരിക്കും. അപ്പോൾ എന്നോട് പറയും, സ്വകാര്യം പറയാൻ നല്ലത് ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി പറയും. അപ്പോൾ ഓരോരോ ഡിഫറൻറ്റ് സ്റ്റൈലല്ലേ. ഈ 3 ശൈലിയും കണ്ടപ്പോൾ മൂന്ന് ഗുണങ്ങളുണ്ട്, 3 പ്രത്യേകതകളുണ്ട്. 3 മുഖ്യമന്ത്രിയുടെ കീഴിൽ ഞാൻ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു കേട്ട ഒരു ഇതായിരുന്നു കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, കുഞ്ഞുഞ്ഞ്. ഈ മാണി സാറും കുഞ്ഞുഞ്ഞ് എന്ന് വിളിക്കുന്ന ഉമ്മൻചാണ്ടി സാറും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തെ എങ്ങനെ ഈ സമയത്ത് ഓർത്തെടുക്കുന്നു? ആ മുദ്രാവാക്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം അതൊരു സാമുദായിക സൗഹാർദ്ദം, അടിയുറച്ച സാമുദായിക സൗഹാർദ്ദമാണ് കേരളത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. അത് വളരെ നല്ല ഒന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഇനി ഉണ്ടാവുകയാണ് വേണ്ടത്. കാരണം സാമുദായിക സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലുള്ള നേതാക്കളുടെയൊക്കെ പേര് ഉപയോഗിച്ച് പണ്ട് പട്ടം, പിന്നെ അതുപോലെ തന്നെ ആർ ശങ്കർ, മന്നത്ത് പത്മനാഭൻ, ബാഫകിത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ, സിയാബ്തങ്ങൾ, ഇവരുടെയൊക്കെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അത് ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നും അതിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ആ മുദ്രാവാക്യത്തിൽ, ആ പ്രയോഗത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വളരെയധികം അഭിമാനമുണ്ട് കേൾക്കുമ്പോൾ. അങ്ങ് ജീവിതത്തിൽ എല്ലാ തവണയും ഏത് തെരഞ്ഞെടുപ്പിലും, ഏതിപ്പോൾ നഗരസഭയിലായാലും നിയമസഭയിലായാലും ലോക്സഭയിലായാലും തിരിച്ചു നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങ് വിജയിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഒറ്റയൊരു തവണയാണ് തെരഞ്ഞെടുപ്പിൽ തോൽവി അറിഞ്ഞത്. ജയം, തോൽവി ഇത് രണ്ടും അറിഞ്ഞ ഒരു നേതാവ് എന്ന നിലയിൽ ജയത്തെയും തോൽവിയെയും അങ്ങ് എങ്ങനെ നിർവചിക്കും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ? ജയവും തോൽവിയും, ഇപ്പോൾ മുന്നണി അധികാരത്തിൽ വരുന്നതും പരാജയപ്പെടുന്നതും ഒരു തോൽവിയും വരാതെ. പല പ്രാവശ്യം 5 കൊല്ലം കൂടുമ്പോൾ മുന്നണി ഞങ്ങൾ ജയിക്കും, മുന്നണി 5 കൊല്ലം കൂടുമ്പോൾ ഞങ്ങൾ തോൽക്കും. ഇപ്പോൾ ഒന്നിച്ച് 2 തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഇലക്ഷനിൽ ഒരുപാട് ഞാൻ ജയിച്ചു, ഒരെണ്ണത്തിൽ തോറ്റു.
ജയവും തോൽവിയും എന്ന് പറയുന്നത് നമ്മൾ വെറുതെ അത് ഭംഗിവാക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തോൽക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാവും, പക്ഷെ അത് അപ്പം തന്നെ പോവും. കർമ്മനിരതനാവുമ്പോൾ ജയിക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാവും, അതും അപ്പം തന്നെ പോകും. കാരണം പ്രായോഗിക വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പിന്നെ സന്തോഷിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. ഗവൺമെൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടിയാൽ പിന്നെ എപ്പോഴും ഹെഡേക്കാണ്. നായനാരുമായിട്ട് തമാശകൾ എന്തെങ്കിലും പങ്കിടാറുണ്ടായിരുന്നു? എങ്ങനെയാണ്, ഓർമ്മയുണ്ടോ എന്തെങ്കിലും? ആരുടെ നായനാര് ഞാനാരുടെ തമാശ പിന്നെ ആസ്വദിക്കാതെ ആരെങ്കിലും ഉണ്ടാവുമോ? വലിയ പ്രയാസങ്ങൾ നടക്കുന്ന സമയത്തും അദ്ദേഹം വളരെ നർമ്മരസത്തോടു കൂടിയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. നാദാപുരത്ത് ഞങ്ങൾ തമ്മിൽ വലിയ കുഴപ്പം നടക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. എന്നെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത് എടോ എന്നാണ്. എടോ, താനും ഞാനും നമ്മൾ രണ്ടാളും കൂടി വിചാരിച്ചാൽ ഒന്ന് മെനക്കെട്ട് നോക്കിക്കൂടെ ആ നാദാപുരത്തെ കുഴപ്പം തീർക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ താങ്കളുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് എന്താ പറയുക. അപ്പം തന്നെ ഞാൻ പറഞ്ഞു തീർക്കാറുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നർമ്മരസവും ആ എന്താ പറയുക സൗഹൃദവും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നിയമസഭയിലായാലും ഒക്കെ ആയാലും ശരി, അദ്ദേഹം തമാശയിലൂടെ കാര്യം പറയുന്ന ആളാണ്. ഇപ്പം സാഹിബ്, അവസാനം നമുക്കൊരു 3 മിനിറ്റ് സമയം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് അവസാന ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഞാൻ എൻ്റെ അവസാനത്തെ ചോദ്യം കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ വർത്തമാനകാല സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഹരിലാൽ എന്ന് പറയുന്ന മാതൃഭൂമിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അയച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സന്ദേശമുണ്ട്. മമ്മൂട്ടി അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞൊരു സന്ദേശമാണ്. അതായത്, ഞാൻ പണ്ടൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അത് സൗഹാർദ്ദമാണ്, ഇപ്പം മതസൗഹാർദ്ദമാണ് എന്നായിരുന്നു ആ മെസ്സേജ്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം അല്ലെങ്കിൽ സാമുദായിക സാംസ്കാരിക ഐക്യം ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടം തട്ടുന്നതായി അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. പണ്ട് ഉണ്ടായിരുന്ന അന്തരീക്ഷം അല്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഒരു കൂട്ടർ നിന്ന് പൊതു രംഗത്തെ ഇങ്ങനെ വിഭാഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദനാജനകമാണത്. അപ്പോൾ എന്തിലും ഈ പറഞ്ഞ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പണ്ട് ഞാൻ വന്നാൽ സൗഹൃദമായിരുന്നു, അപ്പോൾ വന്നാൽ മതസൗഹാർദ്ദമാണെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടി വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി വന്നതുകൊണ്ടാണ്. അത് പോകണം, എന്നിട്ട് ആ പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരണം. ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ന്യൂനപക്ഷ വർഗീയത എപ്പോൾ തലപൊക്കിയോ ഞങ്ങൾ അതിനെ അപ്പം എതിർക്കും. ഞങ്ങളുടെ ഒരു ഹിസ്റ്ററിയാണത്. എന്നാലേ ഭൂരിപക്ഷ വർഗീയതനെ എതിർക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇന്ന് രാജ്യത്ത് ഡെവലപ്പ് വന്നിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ പറഞ്ഞതുപോലെ ഈ മതസൗഹാർദ്ദം എപ്പോഴും പറയേണ്ടി വരുന്നതിൻ്റെ കാരണം. അല്ലെങ്കിൽ സൗഹൃദം പറഞ്ഞാൽ മതിയായിരുന്നു. അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വിനോദങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറയുന്നത് വായനയാണോ, സിനിമ കാണോ, വിനോദം? ആ വിനോദത്തിന് എവിടെ മനുഷ്യന് സമയം? ഉള്ള സമയം ഞാൻ ഇങ്ങനെ നടക്കും, പ്രകൃതിയും കണ്ട് നടക്കും. പ്രകൃതിയിൽ അതിമനോഹരമായ കാഴ്ചകളുണ്ടല്ലോ, പ്രകൃതി ആസ്വദിക്കലും കൃഷിയും തോട്ടവും ബാക്കിയുള്ളതും, ആ നല്ല അന്തരീക്ഷത്തിൽ ശുദ്ധമായ വായു, ആ നല്ല കാഴ്ചകളും കണ്ട് നടക്കൽ, ഇത് തന്നെ എൻ്റെ വിനോദം. വേറെ ഒന്നിനും എനിക്ക് സമയമില്ല. പന്ത് കെട്ടാനൊക്കെ ചെറുപ്പത്തിൽ പോയിരുന്നു, ഇപ്പം സമയമില്ല. ഓക്കെ, നമ്മൾ 20 മിനിറ്റ് സംസാരിച്ച്, അല്ല 25 മിനിറ്റായി. നമുക്കിനി ആർക്കെങ്കിലും സാഹിബിനോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് കൈ റേസ് ചെയ്തിട്ടൊന്ന് എഴുന്നേറ്റാൽ മതി, മൈക്ക് അവിടെ കൊണ്ട് തരാം. സാർ നമസ്കാരം. എൻ്റെ ഒരു ഗോകുൽ, കണ്ണൂരിൽ നിന്നാണ് പങ്കെടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അവതാരകൻ വിട്ടുപോയ ഒരു 2 ക്വസ്റ്റ്യൻസ് എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം താങ്കൾ ഇടതുപക്ഷ നേതാക്കളുമായിട്ട് വളരെയധികം അടുപ്പം പുലർത്തുന്നൊരു നേതാവാണ്. ഞാനും ഒരു രാഷ്ട്രീയത്തിൽ കുറച്ച് സജീവമായിട്ടുള്ള ആളാണ്. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ UDF വിട്ടിട്ട് LDFലേക്ക് വരാൻ മുസ്ലിം ലീഗിന് ഒരു ആലോചന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് താങ്കൾക്ക് ക്ഷണമുണ്ടായിരുന്നു? കാരണം അത് രാഷ്ട്രീയ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ പൊതുവായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഥവാ അവതാരം വിട്ടുപോയ ക്വസ്റ്റ്യനാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് മത്സരിക്കാൻ ഒരവസരം കൊടുക്കുമോ? കാരണം ഇത് രണ്ടും രാഷ്ട്രീയ കേരളത്തിൽ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രസക്തമായ ക്വസ്റ്റ്യനാണ്. അത് അവതാരം വിട്ടുപോയതാണ്. കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തിരുന്നു, കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തിരുന്നു, പക്ഷെ അത് തോറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഒരു സീറ്റാണ് കൊടുത്തത്. കാരണം ഈ 19-20 സീറ്റുകളിൽ മത്സരിക്കുമ്പം ഒരു സീറ്റ് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് ചോദിക്കുന്നത്, കാരണം സ്ത്രീകൾ ഇപ്പം ഇവിടെ പല സ്ത്രീകളും വളർന്നു വരുന്നൊരു ഇതാണ്. അപ്പം അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സ്ത്രീകൾക്ക്
ഒരു പ്രാഥമിക പരിഗണന ഉണ്ടാകും. അത് താങ്കൾ ക്വസ്റ്റ്യൻ പറയാൻ അറിയില്ല, ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. കുഴപ്പമില്ല ഞങ്ങൾ വളർന്നു വരുന്ന രണ്ടാളെ ഇവിടെ സദസ്സിന് മുമ്പ് തന്നെ ഇരിക്കുന്നുണ്ട്. തന്നെയാണ് ചോദിച്ചത്. ഒരാൾ കോഴിക്കോട് കോർപ്പറേറ്ററാണ്, മറ്റേ ആൾ ബ്ലോക്ക് പ്രസിഡൻ്റാണ്, ബ്ലോക്കിൻ്റെ അധ്യക്ഷയാണ്. അതുകൊണ്ട് ഞങ്ങൾ സീറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അസംബ്ലിയിലാണെങ്കിൽ ഞങ്ങൾ കൊടുത്തു, പക്ഷേ ജയിച്ചിട്ടില്ല. ഇനി കൊടുക്കുമ്പോൾ ജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊടുക്കൽ ഏതായാലും ഉണ്ടാവും, ആ കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇടതുപക്ഷത്തേക്ക് ആലോചിച്ചപ്പോൾ പോയിട്ടുണ്ട്, അത് 67-ലാണ്. പിന്നെ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചിട്ടില്ല. കാരണം ഞങ്ങളൊരു മുന്നണിയിൽ അടി ഉറച്ച് നിൽക്കുകയാണ് പിന്നെ ഉണ്ടായത്. ഓക്കെ, അടുത്ത ആളൊന്ന് ചെറുതാക്കി ചുരുക്കി ചോദിച്ചാൽ മതി. കേരളത്തിൽ മുസ്ലിങ്ങളടക്കമുള്ള പിന്നോക്ക വിഭാഗം പുരോഗമനത്തിൻ്റെ അടിസ്ഥാന ഫൗണ്ടേഷന് ഒന്നാം EMS മന്ത്രിസഭയുടെ കാലത്ത് നടന്ന ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ നിയമം എന്നാണ് പറഞ്ഞത് ശരിയാണോ? അല്ല, ഭൂപരിഷ്കരണ നിയമം നല്ലൊരു കാര്യം തന്നെയാണ്. ഞങ്ങളും അതിൽ പങ്കുവഹിച്ചവരാണ്. അത് അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും അടിസ്ഥാനം അതാണെന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് സാമൂഹ്യ പ്രാധാന്യമുള്ള, അതുപോലെ തന്നെ പരിവർത്തനത്തിനിടയാക്കിയ വിഷയങ്ങൾ വേറുണ്ട്. എഡ്യൂക്കേഷൻ തന്നെ, വിദ്യാഭ്യാസ രംഗത്ത് 67 EMS മിനിസ്ട്രിയുടെ കാലത്ത് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന ഒരു സ്കൂൾ റവല്യൂഷനുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു കോളേജ് റവല്യൂഷനുണ്ട്, IT റവല്യൂഷനുണ്ട്. ഓരോരോ കാലത്ത് ഫ്യൂഡലിസം നിന്ന് അത് കഴിഞ്ഞ് ഭൂമി സംബന്ധമായി വലിയ പ്രയാസങ്ങൾ, ആർക്കും ഭൂമി ഇല്ലാത്ത കുടികിടപ്പുകാരുണ്ടായിരുന്ന കാലത്ത് ഭൂപരിഷ്കരണം ഒരു മഹത്തായ കാര്യം തന്നെയാണ്. അത് പരിവർത്തനത്തിന് ഇടയാക്കിയിട്ടുണ്ട്, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിനും കൂടെയുള്ള സമയമുണ്ട്. ചേട്ടനെ കൊടുത്തു. അത് ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. 33 വർഷം മുമ്പ് 1992 ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് പണക്കാട് തങ്ങളുടെ ഒറ്റ ആഹ്വാനമാണ് കേരളത്തിലൊരു വർഗീയതയുടെ ഘട്ടത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച്. ആ ലീഗിനെയാണ് ഇപ്പോഴൊരു നേതാവ് വളരെ കൂടുതൽ ചോദ്യമുനയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് അങ്ങേക്ക് എന്താണ് ഇപ്പോൾ പറയാൻ? അതെ, ചോദ്യമുനകൾ ഞങ്ങളെ പരിഭ്രമിപ്പിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. അതായത് ഒരു ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ മതേതരത്വം. കാരണം എല്ലാവരും വർഗീയത ഒരു സ്റ്റൈലാക്കിയ സമയമായിരുന്നു അത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി കണ്ടില്ലേ നമ്മളൊക്കെ ആയുധമെടുക്കേണ്ട സമയമായി എന്ന് വളരെ തീവ്രമായി പ്രസംഗിച്ച ഒരു കാലമായിരുന്നു അത്. അപ്പോഴാണ് ശിഹാബ് തങ്ങൾ പറഞ്ഞത്, ശരിയല്ല, ജനങ്ങൾ കൂടെ ഇല്ലായിരിക്കാം, പക്ഷേ പറയുന്നത് ശരിയായിരിക്കണം, നമ്മൾ ശരിയുടെ കൂടെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് സാമുദായിക സൗഹാർദ്ദം പറഞ്ഞു തങ്ങൾ. അത് ചരിത്രത്തിൻ്റെ ഭാഗമായി, ഞങ്ങളുടെ ഭാഗമായി. അതുകൊണ്ട് ഞങ്ങളെ ഇനി വർഗീയതയുടെ മുനമ്പത്ത് നിർത്താൻ ആരെക്കൊണ്ടും കഴിയില്ല. നമ്മുടെ സമയം ഇനി 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് അവസാനിപ്പിക്കാം. ഇത്ര നേരം 30 മിനിറ്റ് സമയം, നിങ്ങളുടെ ജീവിതത്തിലെ 30 മിനിറ്റ്. ഞാൻ ഇന്നത്തെ ഇത് ഗമ്മ് പോലെ എന്തെങ്കിലും ആവുമെന്നാണ് വിചാരിച്ചത്. ഇല്ലില്ല, നോക്കുമ്പോൾ ഒക്കെ സീരിയസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ 30 മിനിറ്റ് സമയം ഞങ്ങൾക്കായി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കേൾക്കുവാനും ഈ അരമണിക്കൂർ ഇവിടെ ചെലവിടുവാനും സാധിച്ചതിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കും. താങ്ക് യു സോ മച്ച്.